ഈ വീഡിയോയിൽ നമ്മൾ ഗ്ലോബൽ അപ്ഡേറ്റ്സ് ആണ് നോക്കുന്നത്. ട്രംപ് ഒരു ഷോക്കിംഗ് അനൗൺസ്മെന്റ് എന്നുള്ള നിലയിൽ വീണ്ടും പഴയ രീതിയിൽ തന്നെ ഇറാനെ ഒന്ന് വരിഞ്ഞു മുറുക്കാനുള്ള ചില ഡയലോഗുകളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനകത്ത് വിശദമായിട്ട് നോക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് സിറിയയിൽ ഈ ഒരു അസാദിന്റെ ഭരണകൂടം വീഴുന്നതിന് ശേഷം വന്ന ഈ ഒരു അഹ്മദ് അൽ ഷാര എന്ന് പറഞ്ഞ നിലവിലെ സിറിയയിലെ പ്രസിഡന്റ് ആയിട്ടുള്ള അഹ്മദ് അൽ ഷാരയുടെ പുറകിൽ നിന്ന് കളിച്ച ഒരു NGO, ഇത് UK ബേസ്ഡ് NGO ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തലൊക്കെ അമേരിക്കൻ മുൻ അംബാസഡറായിട്ട് സിറിയയിൽ പ്രവർത്തിച്ചിരുന്ന റോബർട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബ്രിട്ടീഷ് NGO ഇന്ന് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെർമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീബ്രാൻഡിങ്, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ട്രെയിനിങ്. ഇത് രണ്ടും ഈ അഹ്മദ് അൽ ഷാര എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തത് ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു NGO ആണെന്നുള്ള ഒരു അലിഗേഷൻ അല്ല, ഇതൊരു കൺഫേംഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പറയാം. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാൾ തന്നെയാണ് ഇതിന്റെ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് പുറത്തുവിടാനുള്ള സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ നിലവില് അമേരിക്കയിൽ നിന്നും ഈ സിറിയയ്ക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്, ആ സപ്പോർട്ട് തന്നെയാണ് ഈ ഒരു വിഷയം പുറത്തു വരാനുള്ള ഒരു സാഹചര്യത്തിന് വഴിയൊരുക്കിയത്. കാരണം ഒരു തീവ്രവാദ സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്ന അഹ്മദ് അൽ ഷാര എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് പരിണമിച്ച് മുന്നോട്ട് വന്നത്, ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാർ ആരാണ്? അല്ലെങ്കിൽ ഒരു തീവ്രവാദിക്ക് പെട്ടെന്ന് ഒരു രാജ്യത്തിന്റെ തലവനായിട്ട് കയറിയിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതെങ്ങനെ സാധിച്ചു, അതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കുന്നത്. ഇത് പുറത്തു പറഞ്ഞത് ഇതിനു മുമ്പ്, അതായത് US അംബാസിഡർ ഇൻ സിറിയയുടെ അമേരിക്കയുടെ ഭാഗത്തുള്ള അംബാസഡറായിട്ട് പ്രവർത്തിച്ചിരുന്ന റോബർട്ട് ഫോർഡ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു വിഷയം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു NGO, ഈ UK ബന്ധപ്പെട്ട് ഈ ഒരു NGO സംഘടന ഈ റോബർട്ട് ഫോർഡിനെ അപ്രോച്ച് ചെയ്യുകയും ഈ റോബർട്ട് ഫോർഡിനെ വെച്ചിട്ട് 2 വട്ടം ഇഡ്ലിബില്, അതായത് 2023 സംഭവിച്ച കാര്യമാണിത്. 2023 മുമ്പ് തന്നെ ഇതിന്റെ ഒരു സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ കാര്യങ്ങളൊക്കെ കോർഡിനേഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അസാദാണ് സിറിയയുടെ ഭരണാധികാരി. അപ്പം ഈ അസാദ് ഭരിച്ചിരുന്ന സമയത്താണ് അതിന്റെ പിന്നാമ്പുറത്ത് ഇങ്ങനെ അഹ്മദ് അൽ ഷാരയെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ച് ഈ ഒരു NGO വളരെ വ്യക്തമായ പ്ലാൻ ചാർട്ട് ചെയ്ത് ഈ ഒരു പ്രോഗ്രാം നടപ്പിലാക്കിയത്. ആ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് അഹ്മദ് അൽ ഷാര ഇന്ന് സിറിയയിലെ ഭരണാധികാരിയായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയമാണ് വളരെ സിമ്പിൾ ആയിട്ട് ഈ റോബർട്ട് ഫോർഡ് പറഞ്ഞു വെക്കുന്നത്. ബാൾട്ടിമോറിൽ വെച്ചിട്ട് നടന്ന ഫോറിൻ അഫയേഴ്സിന്റെ കൗൺസിലിന്റെ മീറ്റിംഗിലാണ് ഈ ഒരു പ്രസ്താവന റോബർട്ട് ഫോർഡ് പുറപ്പെടുവിച്ചത്. നിന്നും സിറിയയുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇത് അങ്ങനെയൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പോകുന്നിട്ടുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കരുതുന്നത് ഈ റോബർട്ട് ഫോർഡിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. കാരണം പുള്ളി പറയുന്നത് നടന്ന സംഭവങ്ങളാണ്. ആ സംഭവങ്ങളാണ് പുള്ളി ഈ ഒരു കൗൺസിലിൽ വിവരിച്ചത്. ഈ ബ്രിട്ടീഷ് ഓർഗനൈസേഷൻ, ഈ ബ്രിട്ടീഷ് NGO എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റുകൾ, അതായത് ഹൈ ലെവൽ കോൺഫ്ലിക്റ്റുകൾ നെഗോഷിയേറ്റ് ചെയ്യാൻ വളരെ മിടുക്കരാണ് ഇവർ. അപ്പൊ ഈ ഒരു NGO ഉണ്ടായതിന്റെ പിന്നാമ്പുറം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വലിയ വലിയ തലപ്പത്തുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇൻക്ലൂഡിങ് കീർ സ്റ്റാർമർ, UK കീർ സ്റ്റാർമർ, ഇപ്പൊ നിലവിലെ UK പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള കീർ സ്റ്റാർമർ വരെ ഈ ഒരു NGO മെമ്പർ ആണെന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ വെളിയിൽ കാണുന്നതല്ല വിഷയങ്ങൾ, പിന്നാമ്പുറത്ത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവർ പ്രധാനമായിട്ടും കോൺഫ്ലിക്റ്റ് റിസൊല്യൂഷൻസ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഹൈ ലെവൽ കോൺഫ്ലിക്റ്റ് റിസൊല്യൂഷൻസ്, ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി. ഇനി ഇതിലുപരിയായിട്ട് ഈ ഒരു NGO സംഘടനയ്ക്ക് പല പാർട്ട്ണർ സംഘടനകളുണ്ട്. ആ പാർട്ട്ണർ സംഘടനകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഘടനകളുണ്ട്. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, സൊമാലിയയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. അങ്ങനെ പല രീതിയിലും പ്രവർത്തിക്കുന്ന NGO സംഘടനകൾ പാർട്ട്ണർ സംഘടനകളായിട്ട് ഇവരോടൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ അൽ ഷാരയ്ക്ക് 2023, അതായത് അൽ ഷാര അഥവാ ജൊലാനി, ഈ തീവ്രവാദി നേതാവിന് കൊടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെയിൻ സ്ട്രീമായിട്ട് ഈ ഒരു തീവ്രവാദം കൊണ്ടുപോകാതെ പൊളിറ്റിക്സിലേക്ക് ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ആയിട്ട് മാറാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഈ ഒരു സംഘടന NGO ഈ അൽ ഷാരയ്ക്ക് കൊടുത്ത നിർദ്ദേശം. ആ നിർദ്ദേശം വളരെ ക്ലിയർ ആയിട്ട് തന്നെ പുള്ളി ഒബേ ചെയ്ത് ഇന്ന് സിറിയയിൽ കസാരയിൽ കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. അൽ ഷാര സ്വമേധയാ വന്ന് കയറിയിരിക്കുന്നതല്ല, ഇതിന്റെ പുറകിൽ വൻ കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ അൽ ഷാര എന്ന് പറഞ്ഞ ഈ ഒരു ഭരണാധികാരിയുടെ പിന്നാമ്പുറം എന്ന് പറഞ്ഞാൽ
അത് നല്ല ബേസിക് ആയിട്ടുള്ള തീവ്രവാദ സംഘടനയിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്. അത് നുസ്രാത്ത് എന്ന് പറഞ്ഞ ഒരു സംഘടന, ഒസാമയൊക്കെ നയിച്ചിരുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു, തീവ്രവാദ സംഘടന. ആ സംഘടനയിൽ നിന്നും രൂപം കൊണ്ടതാണ് നുസ്രാത്ത് എന്ന് പറഞ്ഞ സംഘടന. ആ സംഘടനയിൽ നിന്ന് വന്നാണ് ഹയാത്ത് അൽ തഹരീർ ഷാം എന്ന് പറഞ്ഞ HTS. ഈ HTS എന്ന് പറഞ്ഞ സംഘടന 2017 രൂപീകരിക്കുന്നതാണ്. ഈ HTS എന്ന് പറഞ്ഞ സംഘടനയിലും പലതരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ കൂട്ടായ്മയായിട്ടുണ്ടായ ഒരു സംഘടനയാണ് HTS. അത് 2017. പക്ഷേ 2011 മുതലേ അൽഷഹറ, 2003 മുതലേ ഇതിനകത്ത് ഉണ്ട് എങ്കിലും 2011 അൽഷഹറ എന്നുള്ള ആ ഒരു വ്യക്തി ഒഫീഷ്യലി തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഒരു സംഘടനയുമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പൊ അതിന് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കിയ സംഘടനയാണ് നുസ്ര ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന. ആ നുസ്ര ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഘടനയാണ് പിന്നീട് രൂപമാറ്റം സംഭവിച്ച് HTS ആയിട്ട് മാറിയിരിക്കുന്നത്. ആദ്യത്തെ തവണ അഹമ്മദ് അൽഷാറയെ ഈ റോബർട്ട് ഫോർഡ് കാണുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഈ ഒരു NGOയുടെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ വട്ടം കാണുന്നത് സെപ്റ്റംബർ 2023 ഈ സെപ്റ്റംബർ 2023 കാണുമ്പോഴത്തേക്കും ഒരു കൺഫേം ആയിട്ടുള്ള കൺവിൻസിങ് മെത്തേഡ്, അത് ഏത് രീതിയിൽ ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ആയിട്ട് മാറാം എന്നുള്ള രീതിയിലുള്ള കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു മിഷൻ റോബർട്ട് ഫോർഡ് ആദ്യമേ തന്നെ തള്ളിയിരുന്നു. അതായത് ഈ ഒരു NGOയുടെ ഈ ഒരു റിക്വസ്റ്റിനെ തള്ളിയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീടാണ് പുള്ളി ഏറ്റെടുത്തത്. പിന്നീട് ഈ ഒരു ദൗത്യം പുള്ളി ഏറ്റെടുക്കാൻ സാഹചര്യം ഒരുക്കിയത് ഹൈ ലെവൽ പ്രഷർ എന്നാണ് പുള്ളി പറയുന്നത്. ആ ഹൈ ലെവൽ പ്രഷർ കൊണ്ടാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തതെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു അഹമ്മദ് അൽഷാറയെ കൺവിൻസ് ചെയ്ത് ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യനായിട്ട് മാറ്റാനുള്ള ഒരു ദൗത്യത്തിലേക്ക് പുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട സാഹചര്യം കംപ്ലീറ്റ്ലി പ്രഷർ കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇനിയിപ്പോ ഈ ഒരു NGOയുടെ ഡീറ്റെയിലേക്ക് പോവാം. എന്താണ് ഈ NGO? ഈ NGO എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് എന്നാണ് ഈ ഒരു NGOയുടെ പേര്. ഇത് ലണ്ടൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഈ ലണ്ടൻ വെയിൽസിലാണ് ഈ ഒരു NGO സ്ഥാപിതമായത്. ജോനത്താൻ പൗൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്നത്. ജോനത്താൻ പൗൽ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫൗണ്ടർ ആണെങ്കിലും ഇതിനെ ബാക്കപ്പ് ചെയ്തിരുന്ന ആൾക്കാരെല്ലാം തന്നെ UK ഗവൺമെന്റിന്റെ ഇന്റഗ്രൽ പാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിലൊന്ന് ടോണി ബ്ലെയർ, അന്നത്തെ UKയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ടോണി ബ്ലെയർ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പന്റ് ആണ് ഈ ഒരു സംഘടനയിൽ. അത് നമ്പർ 1. ഇപ്പൊ തൊട്ടല്ല, അപ്പം തൊട്ടേ പാർട്ടിസിപ്പന്റ് ആണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. 2011 ടോണി ബ്ലെയർ ചീഫ് ഓഫ് പൊസിഷനിൽ ഈ ഒരു സംഘടനയിൽ മെമ്പറായിട്ട് തന്നെ തുടർന്നിരുന്നത്. ഇതിന്റെ കോ ഫൗണ്ടർ ആയിട്ട് മാർട്ടിൻ ഗ്രിഫിൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി, അതായത് യമനിലെ അംബാസഡർ ആയിട്ട് UK നിയമിച്ചിരുന്ന വ്യക്തിയാണ് മാർട്ടിൻ ഗ്രിഫിൻ. ഈ മാർട്ടിൻ ഗ്രിഫിൻ ഈ ഒരു ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞ സംഘടനയിലെ കോ ഫൗണ്ടർ ആണ്. ഇതിന്റെ തലപ്പത്തുള്ള ആൾക്കാരും ഇതിന്റെ പിടിപാടും ഈ ഒരു സംഘടന ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം മനസ്സിലായല്ലോ. ഗവൺമെന്റുമായിട്ട് വളരെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ വക കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരിക്കുന്നത്. ഈ ബാഗ്ദാദി 2011 തന്നെ ഈ സിറിയയിലെ ബഷർ അൽ അസാദിന്റെ ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അഹമ്മദ് അൽഷാറയ്ക്ക് ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചിരുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു NGOയുടെ ഭാഗമായിട്ട് ആസൂത്രണം ചെയ്തിരുന്ന പരിപാടികളാണെന്നാണ് ഇപ്പൊ പുറത്ത് അറിയാൻ കഴിയുന്നത്. അതായത് ഇസ്രായേൽ ഇപ്പൊ നടത്തിയ ഒരു ഹിസ്ബുള്ളയ്ക്ക് മേലിൽ നടത്തിയ ഒരു ആക്രമണമാണ് സിറിയയില് ബഷർ അൽ അസാദിന് ഭരണം താഴോട്ട് പോകാനും ഈ അഹമ്മദ് അൽഷാറ ഈ ഒരു ഭരണം ഏറ്റെടുക്കാനും ഒരു സാഹചര്യത്തിന് വഴിയൊരുക്കിയത്. പക്ഷേ ഇതിന്റെ പദ്ധതി, അതായത് ഏതൊരു സാഹചര്യം വീണ് കിട്ടിയാലും സിറിയയിലെ അസാദിനെ അട്ടിമറിക്കണം എന്നുള്ള പദ്ധതി, അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്തത് ഈ ഒരു ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞ UKയിലെ ഗവൺമെന്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സംഘടനയാണെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ഈ ഒരു ഇസ്ലാമിക നിലപാടുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പല സംഘടനകളും പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇതിനകത്ത് പാർട്ട്നേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതൊരു വലിയ ലക്ഷ്യമാണ് പൂർത്തീകരിച്ചത്. പക്ഷെ അതിന് കാരണമായി തീർന്നത് ഇസ്രായേൽ ആണെന്നുള്ളത്, അത് ഇസ്രായേൽ ഇത് അറിഞ്ഞുകൊണ്ടല്ല ഇതിനകത്ത് പോയി പെട്ടത്. ഇസ്രായേൽ സ്വാഭാവികമായിട്ടും അവരുടെ ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ടും അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടും ചെയ്ത പ്രവൃത്തി ഇവർക്ക് ഗുണകരമായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അതായത് ഇസ്രായേൽ ഈ ഒരു UKയുടെ ഈ ഒരു NGOയുടെ ഈ ഒരു ഗെയിം പ്ലാനിന്റെ ഉള്ളിൽ വരുന്ന ഒരു രാജ്യമല്ല. അവർ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവർ മുതലാക്കിയത്. ഇതിനകത്ത് 2-3 സംഘടനകളെ കുറിച്ച് ഞാൻ പറയാം. അതായത് പാകിസ്ഥാനില് മെയിൻ ഹാർദിത് എന്ന് പറഞ്ഞ ഒരു സംഘടന, പാകിസ്ഥാന്റെ പല സംഘടനകളും ഈ ഒരു സംഘടനയിലെ പാർട്ട്നേഴ്സ് ആണ്. അതിൽ ഒരു ഇമ്പോർട്ടന്റ് സംഘടനയാണ് മെയിൻ ഹർദീത് എന്ന് പറഞ്ഞ ഈ ഒരു NGO സംഘടന പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ കിസീമ പീസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സംഘടന, ഇത് സൊമാലിയയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഇവരും ഈ ഒരു ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു UK സംഘടനയുടെ പാർട്ട്നേഴ്സ് ആണ്. അതേപോലെ മിയാൻമർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സംഘടന, ഇത് മിയാൻമറിൽ നിന്നും ഈ ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇവർക്കും ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന സംഘടനയുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ UHY അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞൊരു സംഘടന, ഇതും ഒരു NGO സംഘടനയാണ്. ഇത് അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഇവർക്കും ഈ ഒരു
ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന സംഘടനയുമായിട്ട് ബന്ധമുണ്ട്. ഇതേപോലെ ഒരുപാട് സംഘടനകളുടെ ലിസ്റ്റ് നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയും. കാരണം ഇവരൊക്കെ NGOs ആണ്. ഈ ഒരു സംഘടനയാണ് അഹമ്മദ് അൽഷാരയെ റീബ്രാൻഡിങ് ചെയ്ത് ഒരു പൊളിറ്റീഷ്യനായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിയതും അതിന്റെ പിന്നാമ്പുറത്ത് നിന്ന് ചുക്കാൻ പിടിച്ച ആൾക്കാരായിട്ട് ഇപ്പൊ പൊതുവിൽ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹൂത്തികൾ ഇന്ന് ഇസ്രായേലിന്റെ ഉള്ളിൽ 2 മിസൈലാണ് വിട്ടത്. ആ രണ്ടും തന്നെ ഇന്റർസെപ്റ്റ് ചെയ്തതായിട്ടാണ് IDF പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു മിസൈൽ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്തോട്ടാണ് വന്നത്. ഇതൊരു സൈഡിലിരിക്കെ ട്രംപ് എപ്പോഴും പോലെ തന്നെ ഒരു ഇറാനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഇറാനെ ഭീഷണിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ നെതന്യാഹുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ട്രംപ്. എന്ത് പറഞ്ഞെന്ന്? അതായത് ഇറാനെ നീ ഇപ്പൊ അറ്റാക്ക് ചെയ്യണ്ട, അത് അത്ര നല്ല കാര്യമല്ല. കാരണം അവര് ഒരു ഡീല് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർ ഡീല് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ, ഏതാണ് മറ്റേ ന്യൂക്ലിയർ ഡീല്, അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം അറ്റാക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് നെതന്യാഹുവിന്റെ അടുത്ത്. ഇനി ഇതിനെ ഗണ്ണിക്കുന്ന രീതിയിൽ ന്യൂയോർക്ക് ടൈംസ് ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്, അതായത് ഇസ്രായേൽ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ഇറാന്റെ ന്യൂക്ലിയർ സ്ഥാപനങ്ങൾ അടിച്ചു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുകയാണ് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത. ഇതിനകത്ത് ട്രംപ് പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്, ന്യൂയോർക്ക് ടൈംസ് ആണോ ഇനി ട്രംപിന്റെ മേളിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളത് അമേരിക്കയിൽ നിന്ന് തന്നെ പുറത്തു വരേണ്ട വാർത്തയാണ്. അതിലുപരിയായിട്ട് ട്രംപ് തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തേണ്ടത്. ഇപ്പൊ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇങ്ങനെയാണ്, നെതന്യാഹുവിന്റെ അടുത്ത് പറഞ്ഞ് ഇറാന്റെ മേളിൽ ഒരു ആക്രമണം ഇപ്പം നടത്തണ്ട എന്ന് തടഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടാണ് ഇപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. പിന്നെ ഇറാന്റെ ഉള്ളിൽ ന്യൂക്ലിയർ വെപ്പൺ തയ്യാറായി റെഡിയാകുന്നു എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ അതിനെ തീർച്ചയായിട്ടും തകർത്ത് കളഞ്ഞിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം മിഡിൽ ഈസ്റ്റില് ഇറാന്റെ ഉള്ളിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ വരാൻ ഇസ്രായേൽ ഒരിക്കലും അനുവദിക്കില്ല. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഡീൽ സാധ്യമായാലും ഇല്ലെങ്കിലും ഇസ്രായേലിന്റെ നോട്ടം എപ്പോഴും ഇറാന്റെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോജക്റ്റുകളിൽ എന്തെങ്കിലും ന്യൂക്ലിയർ വെപ്പൺ ഗ്രേഡഡ് ആയിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇസ്രായേൽ ഉറ്റുനോക്കിയിരിക്കുന്നത്. അതും ഇപ്പൊ ട്രംപ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായിട്ട് യാതൊരു പൊരുത്തവും ഇല്ല എന്നുള്ളതാണ്. കാരണം ഇസ്രായേൽ ഓൾറെഡി തന്നെ പലവട്ടം തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ന്യൂക്ലിയർ ഡീല് അവര് ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഈ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റിനെ അനുകൂലിക്കുന്ന തരത്തിൽ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും പുറത്തു വന്നിട്ടില്ല. ഇറാൻ ഇതുവരെ, ഈ നിമിഷം വരെ, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു നിമിഷം വരെ ഇറാൻ ഒരു രീതിയിലുള്ള ന്യൂക്ലിയർ ഡീലും അമേരിക്കയുമായിട്ട് സൈൻ ചെയ്യാൻ റെഡിയായിരിക്കുന്നു എന്നുള്ള വാർത്തയൊന്നും എവിടെയും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഇറാനെ വരുതിക്ക് വരുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു വേഗ് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് പുഷ് ചെയ്യാണ്, ഇറാൻ നിങ്ങൾ ഡീലിന് ഓക്കെ ആക്കൂ എന്നുള്ള രീതിയിൽ, കാല് പിടിക്കാത്ത രീതിയിൽ പറയുന്ന പോലെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ചൈനയുമായിട്ട് ആയിക്കോട്ടെ, ഷീ ജിൻപിങ്ങുമായിട്ടുള്ള മീറ്റിംഗിന് റിക്വസ്റ്റ് ചോദിച്ചതായിക്കോട്ടെ, ഇപ്പം ഇറാൻ ഡീലിന് ഓക്കെ ആണെന്നുള്ള നിലയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇതുപോലുള്ള പല അതായത് സംസാരിച്ച് ഉറപ്പായിട്ടും കൺക്ലൂഡ് ചെയ്ത് എടുക്കാത്ത തീരുമാനങ്ങൾ ഇങ്ങനെ പുറത്തു വന്ന് പത്രത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കൊണ്ട് ആ രാജ്യം ഉടനെ അത് അക്സെപ്റ്റ് ചെയ്ത് അങ്ങ് മുന്നോട്ട് പോക്കോളും എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ട്രംപ് പുറത്തുവിടുന്നത്. ഇതൊക്കെ അൺകൺഫേംഡ്, അൺവെരിഫൈഡ് സ്റ്റേറ്റ്മെന്റുകളാണ് ട്രംപ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇറാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടില്ല. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വിഷയം. ഇസ്രായേൽ സന എയർപോർട്ടിൽ വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ അവർക്ക് ബാക്കിയുണ്ടായിരുന്ന 1-2 ഫ്ലൈറ്റുകളും കൂടി ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിരിക്കുകയാണ്. അതായത് ഹൂത്തികൾ വീണ്ടും ഇങ്ങനെ 1, 2, 3 മിസൈലുകൾ, ഇസ്രായേലിന്റെ ഉള്ളിൽ ഇപ്പം ഗാസയിൽ നിന്ന് പോലും ഹമാസിന്റെ ഭാഗത്തു നിന്ന് പോലും ഒരു മിസൈലുകൾ പോലും പോകുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കിലോമീറ്ററുകൾക്ക് അപ്പുറം നിന്ന് യമനിൽ നിന്നും ഇങ്ങനെ മിസൈലുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ എതിർത്തുകൊണ്ട് അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇസ്രായേൽ ഹൂത്തികളുടെ മേലിൽ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടത്. അപ്പൊ അത് കൃത്യമായിട്ട് സന എയർപോർട്ട് കഴിഞ്ഞ തവണ അറ്റാക്ക് ചെയ്ത ഒരു 15 ദിവസത്തിൽ അവർ റെക്ടിഫൈ ചെയ്ത് വീണ്ടും അവർ ട്രാക്ക് ഒക്കെ റെഡിയാക്കി എന്ന് പറഞ്ഞു. പക്ഷെ ഇത്തവണ വീണ്ടും അതേ എയർപോർട്ടിൽ തന്നെ അറ്റാക്ക് നടത്തിയിരിക്കുന്ന ഇസ്രായേൽ. ഇമ്മാനുവൽ മാക്രോൺ ഒരു സൈഡിൽ പാലസ്തീൻ 2 സ്റ്റേറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെൽ അവീവിലേക്കുള്ള എയർ ഫ്രാൻസ് വിമാനം അവരുടെ സർവീസ് പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. അതായത് ടെൽ അവീവിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസ് മാക്രോൺ നിർത്താൻ തയ്യാറായിട്ടില്ല. യുദ്ധത്തിന്റെ വഴിക്കായാലും പാലസ്തീന് വേറെ സ്റ്റേറ്റ് വേണം എന്നുള്ള അവകാശമൊക്കെ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞാലും ഇമ്മാനുവൽ മാക്രോണിന് ഫ്രാൻസിന് നഷ്ടം വരുന്ന രീതിയിലുള്ള ഒരു കച്ചവടത്തിനും മാക്രോൺ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ എയർ ഫ്രാൻസ് ഇസ്രായേലുമായിട്ട് ഇത്രയും തർക്കമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൽ ഇത്രമാത്രം വിയോജിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ, ആ വിയോജിപ്പ്
അവരുടെ ഫ്ലൈറ്റ് സർവീസിൽ പോലും അത് കാണിക്കാൻ തയ്യാറാകുന്നില്ല. അത്രമാത്രം ഘോര പാലസ്തീനു വേണ്ടിയിട്ട് നിലകൊള്ളുന്ന, ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്ന ഇമ്മാനുവൽ മാക്രോൺ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എയർ ഫ്രാൻസിലും കൃത്യമായി നിലപാട് എടുക്കേണ്ടതാണ്. കാരണം ഇസ്രായേലിലേക്ക് സർവീസ് നടത്താത്ത എത്രയോ യൂറോപ്യൻ ഫ്ലൈറ്റ് കമ്പനികളുണ്ട്. അതിലൊന്നായിട്ട് ഫ്രാൻസ് മാറാൻ തീരുമാനിക്കുന്നില്ല. നഷ്ടമുണ്ടാകുന്ന പരിപാടികൾക്കൊന്നും മാക്രോൺ നിൽക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലുഫ്താൻസ പോലത്തെ ഫ്ലൈറ്റ് ഒക്കെ ഓൾറെഡി സ്റ്റോപ്ഡ് ആണ്. ടെലവീവിലേക്ക് ലുഫ്താൻസ ഒന്നും സർവീസ് നടത്തുന്നില്ല യൂറോപ്പ് മേഖലയിൽ നിന്ന്. പക്ഷെ അതേസമയം ഫ്രാൻസ് തകൃതിയായിട്ട് നടത്തുന്നുണ്ട്. ഉപദേശം എന്ന് പറയുന്നത് നാട്ടുകാർക്കാണ്, ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിലും കൊടുക്കും മാക്രോൺ. പക്ഷേ സ്വയമേ അത് ഫോളോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് മാക്രോണെ സംബന്ധിച്ചിടത്തോളം. രണ്ടാം ഘട്ട എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഗാസയ്ക്കുള്ളിൽ തകൃതിയായിട്ട് നടക്കുകയാണ്. ഏതാണ്ട് 121 എയ്ഡ് ട്രക്കുകൾ ഗാസയ്ക്കുള്ളിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പെർമിഷൻ കൊടുത്തതായിട്ടാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. കരീം ഷാലോം ഗേറ്റ് ത്രൂ ആണ് ഈ ഒരു എയ്ഡ് ട്രക്കുകൾ കടത്തിവിടപ്പെട്ടത്. പിന്നെ ഇത് ഹമാസിന്റെ കൺട്രോളിൽ വരുന്ന ഒരു എയ്ഡ് സപ്ലൈ അല്ല. ഇത് അമേരിക്ക ഇസ്രായേൽ ജോയിന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു എയ്ഡ് സപ്ലൈ ആണ്. അമേരിക്കയ്ക്ക് ജസ്റ്റ് ഇതിനകത്ത് പേരിനൊരു റോൾ മാത്രമേ ഉള്ളൂ. ഇസ്രായേലാണ് പൂർണ്ണമായിട്ടും ഈ ഒരു എയ്ഡ് കൺട്രോൾ ചെയ്യുന്നത്. കാരണം അമേരിക്ക ജസ്റ്റ് പേരിന് വേണ്ടിയിട്ട്, അതായത് ഇസ്രായേൽ തന്നെയാണ് പൂർണ്ണമായിട്ട് ഈ ഒരു എയ്ഡ് സപ്ലൈ നടത്തുന്നത്. എയ്ഡ് കൊടുത്തു തുടങ്ങിയിരിക്കുന്നത് റഫയ്ക്കുള്ളിൽ, അതായത് സദൻ റഫ ഭാഗത്താണ് ഈ ഒരു എയ്ഡ് സപ്ലൈ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇത് ഇനി ഹമാസിന്റെ ഉള്ളിൽ ഒരിക്കലും, ഹമാസിന്റെ കയ്യിൽ ഒരു എയ്ഡ് പോവാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇസ്രായേലിൽ നോക്കുന്നുണ്ട്. അപ്പൊ ഇനി ഭക്ഷണം വേണം എന്നുള്ള ആൾക്കാർ, ഫ്രീ ആയിട്ട് ഫുഡ് വേണം എന്നുള്ള ആൾക്കാർ ഇനി ഇസ്രായേൽ പറയുന്ന സ്ഥലത്ത് വന്ന് താമസിക്കേണ്ടി വരും. അങ്ങനെ താമസിക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെക്കിംഗ് എല്ലാം, വെരിഫിക്കേഷൻസ് എല്ലാം പൂർത്തിയാക്കി തീവ്രവാദികൾ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാമെങ്കിൽ മാത്രം ഇസ്രായേൽ പറയുന്ന ഏരിയക്കുള്ളിൽ വന്നിട്ട് ഈ ഒരു എയ്ഡും മേടിച്ച് അവർക്ക് ജീവിക്കാം. അതേപോലെ ഈ ഏരിയ സ്ലോലി ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഈ ഗാസയെ ഫുള്ളായിട്ട് കൺട്രോളിലെടുക്കും. ഹമാസിനെ പൂർണ്ണമായിട്ടും തച്ച് തകർത്ത് ഒഴിവാക്കി വിടും. അങ്ങനെ ഒഴിവാക്കി വിടുന്ന സാഹചര്യത്തിൽ ഗാസ പൂർണ്ണമായിട്ടും ഇസ്രായേലിനോടൊപ്പം ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.